ഹലോ, ഇന്ന് നമുക്കൊരു ചിക്ക് പീ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. നമ്മുടെ വെള്ളക്കടല ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൈലി പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് വെള്ളക്കടലയാണ്. അത് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്തിട്ട് ഞാനിതൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഫോർക്ക് ഉപയോഗിച്ചാണ് ഉടച്ചെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് 2-3 തവണയൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ എല്ലാ കടലയും ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് സവാളയാണ്. പിന്നെ കുറച്ച് കുക്കുംബർ പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാപ്സിക്കം ആണ് പിന്നെ ചേർക്കുന്നത്. ഇനി വേണ്ടുന്നത് ക്യാബേജാണ്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കുറച്ചൊരു 1/4 ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ലൈം ജ്യൂസാണ്. ഞാനൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. അരിയൊന്നും വീഴാൻ നമുക്ക് ജ്യൂസ് മാത്രം അതിലോട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ആഡ് ചെയ്ത ഉപ്പും കുരുമുളക് പൊടിയും ലൈം ജ്യൂസും ഒക്കെ എല്ലാ സ്ഥലത്തും എത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മിക്സ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു ഗ്രീൻ ചട്നിയാണ്. ഇത് ഞാൻ പുതിനയില, മല്ലിയില, കുറച്ച് തൈര്, കുറച്ച് കപ്പലണ്ടി, ഒരു ഗ്രീൻ ചില്ലിയും കൂടെ എടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്ക് പീ സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ബ്രെഡാണ് എടുത്തേക്കുന്നത്. 2 ബ്രെഡിലോട്ട് നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് ഗ്രീൻ ചട്നി തേച്ച് കൊടുക്കാം. അപ്പോൾ 2 ബ്രെഡിലോട്ടും ഞാൻ ഗ്രീൻ ചട്നി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി തേച്ച് കൊടുക്കണം. അപ്പോൾ 2ലോട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ഗ്രീൻ ചട്നി ചെയ്ത പോലെ ടൊമാറ്റോ കെച്ചപ്പും കൂടി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബ്രെഡിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫില്ലിംഗ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾ വെള്ളക്കടല മിക്സ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വലിയവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി ഇച്ചിരി ഏറെ വെച്ച് കൊടുക്കാം. പക്ഷേ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അത്രയും വെജിറ്റബിൾസ് അങ്ങോട്ട് കഴിക്കുന്ന ഇഷ്ടമാവില്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ വെള്ളക്കടല വെജിറ്റബിൾ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ചീസൊക്കെ തികച്ചും ഓപ്ഷനിലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. പക്ഷേ ചീസും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ട് സാൻഡ്വിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാൻഡ്വിച്ചൊക്കെ ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് തവയിലോട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ തവ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണയോ നെയ്യോ ബട്ടറോ എന്തെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബ്രെഡ് സ്ലൈസസ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് 2 വശം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്ക് പീ സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.